ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? അപ്പോൾ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് ഉസ്താദ്മാരെ ചിലവാണ് കേട്ടോ. എല്ലാ മാസവും 10-ാം തീയതിയാണ് ഞങ്ങൾക്ക് ചിലവുണ്ടാകൽ. ഇന്ന് ഞങ്ങൾ 11-ാം തീയതിയാണ് കേട്ടോ കൊടുത്തത്. 10-ാം തീയതി ഞങ്ങൾക്ക് ഒരു കല്യാണം ഉള്ളതുകൊണ്ട് 10-ാം തീയതി കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം 11-ാം തീയതി ആക്കി. ഇന്നത്തെ വീഡിയോയിൽ അതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണുന്നവർ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. രാവിലെ ഒരാളും ഉച്ചക്ക് 2 പേരും രാത്രി ഒരാളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത് ദോശയും കടലക്കറിയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ നോമ്പിന് ഇതേപോലെ ഉസ്താദിൻ്റെ ചിലവ് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അതിൽ കുറേ കമൻറ്റുകൾ വന്നിനി. എന്താ ഇത്ര കുറച്ച് കൊടുത്തത് കുറഞ്ഞു പോയല്ലോ, അങ്ങനെ കുറച്ച് കമൻറ്റുകൾ ഉണ്ടേനി കേട്ടോ. പിന്നെന്താ ഇതൊരു തരം കളിയാക്കലല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ അന്ന് ഒരാളെ ഉള്ളേനി കേട്ടോ, ചിലവിന് ഒരാളെ ഉള്ളേനി. അപ്പം ഒരാളിപ്പോൾ എത്ര നോമ്പിന് എത്ര ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മളെ കാര്യം ആലോചിച്ചാൽ തന്നെ നമുക്ക് അറിയുന്നതാണ്. അപ്പം ഒരാളുള്ള വിചാരിച്ച് ഒന്നായിട്ട് കൊണ്ടുപോയി കൊടുക്കാനൊന്നും പറ്റൂലല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ അധികം കഴിക്കാത്ത ആൾക്കാരാണ് നമ്മൾ. തോനെ കൊണ്ടുപോയി കൊടുത്താലും അങ്ങനെ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരാളെ ഉള്ളേനി. അപ്പം കുറച്ചധികം കൊടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ച് ബാക്കിയാക്കി കൊണ്ടുവന്നിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു ചെയ്തു, ഇത്രയൊന്നും വേണ്ട, കുറച്ച് മതി, കുറച്ച് കൊടുത്തയച്ചാൽ മതി, അത്രേ തിന്നുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു കണക്ക് വെച്ചിട്ടാണ് അങ്ങനെ കൊടുത്തത്. അപ്പം നമ്മളങ്ങനെ കൊടുക്കാൻ മടിയുള്ള ഒരാളുമല്ല. നമ്മളെ മക്കളെ അദബ് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള ബഹുമാനം എന്നും ഉണ്ടാവും. അപ്പോൾ കമൻറ്റ് ഇങ്ങനെ വായിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ പറയണം എന്നുള്ളത്. പിന്നെ അതൊക്കെ പോട്ടെ, ഏതായാലും നമുക്ക് ചായ കൊണ്ടെടുക്കണമെങ്കിൽ പാത്രം കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഞാനും ഫീയും ഒറ്റക്കുള്ളൂ കേട്ടോ പെരിയിൽ. ഫനുല്ല, ഓനിൻ്റെ പെരിയിലാണ്. പിന്നെ മൂനി ട്രിപ്പും പോയതാണ്. അപ്പം പള്ളീൻ്റെ അടുക്ക് പോകണം. ഞാൻ പുറത്തുനിന്നു ഫീയാണ് കേട്ടോ പാത്രമൊക്കെ എടുത്തത്. ഉച്ചക്കിനുള്ളതും രാവിലക്കത്തതും അങ്ങനെ 2 കട്ടിപ്പാത്രവും ഒരു ഫ്ലാസ്കും അങ്ങനെയാണ് എടുത്തുകൊണ്ട് വന്നത്. പിന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകണം, അതിക്ക് ചായയും കടികളൊക്കെ ആക്കണം, പിന്നെ അത് കൊണ്ട് കൊടുക്കണം. കടലക്കറിയിൽ തേങ്ങ നരച്ചിട്ടില്ല കേട്ടോ, തേങ്ങാപ്പാൽ പിഴിഞ്ഞുകാണ്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കിയതാണ്. ചായ കൊണ്ടു കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ചോറിനുള്ള വെള്ളം വെച്ചിനി. അപ്പം കുടിക്കാനുള്ള വെള്ളം അതിന് മുക്കലാണ്. പിന്നെ നമ്മളെ പെരൻ്റെ അവിടുന്ന് കുറച്ച് പോകണം കേട്ടോ പള്ളീൻ്റെ അവിടേക്ക്. ഫിയ TV കാണുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കണത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പം ഞങ്ങൾ ചായ കുടിയും എല്ലാം കഴിഞ്ഞ് അടിച്ചു വാരലും തുടക്കലും എല്ലാം കഴിഞ്ഞ്. അപ്പോൾ അതൊന്നും കാണിക്കണില്ല. ഇനി കറിക്ക് കുമ്പളങ്ങ ഉണ്ട്. ഇനി അപ്പം അതേറ്റ് ഒരു മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. ചട്ടി അടുപ്പത്തേക്ക് വെച്ചപ്പം ചെറുതായിട്ട് കയ്യുമൊക്കെ ഒന്ന് തീ പാളി, അതാ കൈ പെട്ടെന്ന് വലിച്ചത്. ഇനി ഉപ്പേരിക്ക് പച്ചക്കായാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പച്ചക്കായ അത് നമ്മളെ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നതാണ്.
നല്ല കിളിമീൻ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഉച്ചക്കത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം ഞാൻ അത് നന്നാക്കിങ്ങാണ്ട് പൊരിക്കണം. മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് നല്ലോണം ഒന്ന് മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ. കറിയൊക്കെ ഒന്ന് തൂമിച്ചിട്ട് പൊരിക്കുക. അപ്പോൾ തന്നെ മസാലയൊക്കെ പിടിച്ചോളും. കുമ്പളങ്ങ വന്നിട്ടുണ്ട്. അപ്പം തേങ്ങ അരക്കണിക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം ഇത് മൂന്നും കൂടി ഇട്ടുകാണ്ട് തേങ്ങ അരച്ചതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉച്ചക്കത്തിനുള്ളതും എല്ലാം ആയിട്ടോ. അപ്പം ഇനി അതൊക്കെ പാത്രത്തിലാക്കിങ്ങാണ്ട് കൊണ്ടു കൊടുക്കണം. ഒരു മണി ആയപ്പോത്തിന് തന്നെ കൊണ്ടു കൊടുത്തു കേട്ടോ. അന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസേനി. അപ്പം പള്ളിൻ്റെ സമയമാണല്ലോ. പള്ളിൻ്റെ മുന്നിൽ തന്നെ ഒരു കട ഉണ്ടേനി. അപ്പോൾ ആ കടയിലത്തെ കാക്കാൻ്റെ കയ്യിൽ ചോറും പപ്പടമൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് തിരുമ്പലും കുളിയൊക്കെ കഴിച്ചത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് കുറച്ച് നേരം കിടന്നു. ഒരു 4:30 ആയപ്പം അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറമ്പൊക്കെ പോയിട്ടോ. ആകെ കാട് കൂടിക്കണല്ലോ. പറമ്പാകെ കാടും കൂടി കിടക്കുകയാണ് കേട്ടോ. പുല്ല് നല്ലോണം പൊന്തിയിട്ടുണ്ട്. പിന്നെ തൊഴിലുറപ്പിൽ പണിയെടുക്കാനും വേണ്ടി നമ്മൾ ഇത് എഴുതി കൊടുത്തീനി. അപ്പം നോമ്പ് കഴിഞ്ഞിട്ട് ഉണ്ടാകുള്ളൂ പറഞ്ഞു. ഇനി പാസ്സായിക്കണോ എന്താ അറിയില്ല. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അതിനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് മെഷീനായിട്ടൊന്ന് വെട്ടിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങ ഇടുമ്പോഴൊന്നും കാണൂല. അപ്പം അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കണ്ടിട്ട് കൊറേ ആയിക്കണേ. നമ്മളെ പറമ്പിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. 2 വീടുണ്ട്, 2 താമസക്കാരേ ഉള്ളൂ കേട്ടോ അവിടെ. അപ്പം ചേച്ചിനെ കണ്ടിട്ട് കുറേ അയക്കണം. അപ്പം കണ്ടിട്ട് കുറേ ആയി എന്നിങ്ങനെ പറയേനി. നോമ്പിനൊന്നും വന്നിട്ടില്ല. നമ്മളവിടെ ആന ഇറങ്ങും കേട്ടോ. ആനയും പന്നിയൊക്കെ ഇറങ്ങും. പറമ്പ് കയറിയാൽ പിന്നെ പറയണ്ടല്ലോ, എല്ലാം വാഴയൊക്കെ നിരത്തിയിട്ടേ പോവുള്ളൂ. അപ്പോൾ ആന ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി അപ്പം തന്നെ വിളിക്കും കേട്ടോ. അപ്പോൾ മുനി ഇവിടുന്ന് പടക്കമൊക്കെ കൊണ്ടുപോകും. ആരെങ്കിലും ഒരാളെ ഒപ്പം കൂട്ടും കേട്ടോ. നമ്മളെ പറമ്പിൻ്റെ അടുത്ത് തന്നെ വേറെ പറമ്പില്ലോലൊക്കെ ഉണ്ട്. അപ്പോൾ ഓല ആരെങ്കിലും ഒരാൾ വിളിച്ചിട്ട് പോകും. എന്നിട്ട് പിന്നെ പടക്കം പൊട്ടിച്ച് അങ്ങനെ പിന്നെ മറ്റങ്ങൾ അങ്ങനെ ഒറ്റക്ക് കയറിപ്പോകും. വാഴക്കൊല വെട്ടിയതൊക്കെ കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും ഫീയും സ്കൂട്ടിമേലാണ് പോയിനത്. ഇനിയിപ്പം ഇനി രാത്രിക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ സമയം 6 മണി ആയിക്കണ്. പറമ്പിൽ നിന്ന് തിരിച്ച് വന്നപ്പം 6 മണിക്കണ്. ഇതിനെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടേന് കേട്ടോ. ഇനിയിപ്പോൾ അത് കറി വെക്കണം. പിന്നെ തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലുമാണ് വെക്കണത്. രാത്രി ഇപ്പോൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ
എളുപ്പമുണ്ട്. തേങ്ങാച്ചോറാകുമ്പോൾ പിന്നെ പണിയൊന്നുമില്ലല്ലോ, വേറെ ഉപ്പേരിയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാക്കണ്ട. ഒരു പപ്പടം പൊരിക്കലും അതിലേക്ക് ഒരു സുറുക്കി ഉണ്ടാക്കണം. അങ്ങനെ രാത്രിക്കൊക്കെ ഉള്ളത് റെഡി ആയിട്ടോ. ഇനി കൊണ്ടുപോയി കൊടുക്കണം. മുനിയാണ് കേട്ടോ കൊണ്ടുപോയി കൊടുക്കണത്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.